ഹായ് ഫ്രണ്ട്സ്, മോനീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഷ് വാഷ് ലിക്വിഡ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊരു 4 സ്റ്റെപ്പായിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ കുപ്പിയിലിരിക്കുന്ന സാധനത്തിൻ്റെ പേര് സ്ലറി എന്നാണ്. അത് ഏകദേശം 1 ലിറ്ററോളം വരും. ഈ കല്ലുപ്പ് പോലെയുള്ള പദാർത്ഥം കാസ്റ്റിക് സോഡയാണ്. അത് ഏകദേശം ഒരു 1/2 കിലോ ഉണ്ടാവും. കൂടാതെ നിറത്തിനുള്ള പൗഡറാണിത്. അതുകൂടാതെ മണമുണ്ടാകാനുള്ള ലിക്വിഡാണിത്. ഇത് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്നത്, അതായത് പാത്രം കഴുകാനുള്ള ലിക്വിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇത്രയും സാധനം വെച്ച് നമുക്കൊരു ടോട്ടൽ 10 ലിറ്റർ ലിക്വിഡ് തയ്യാറാക്കാം. ഇപ്പോൾ ഇത് 1 ലിറ്റർ ഉണ്ട്. ഇത് കൂടാതെ 9 ലിറ്റർ വെള്ളം എടുക്കണം. അപ്പോൾ നമുക്കൊരു ബക്കറ്റിലേക്ക്, കട്ടിയുള്ള ബക്കറ്റിലേക്ക് 9 ലിറ്റർ വെള്ളം അളന്നെടുക്കാം. ഇതൊരു 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായി 9 ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ, അതായത് കല്ലുപ്പ് പോലെയുള്ള പദാർത്ഥം, അത് നന്നായി ലയിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് സ്ലറി, അതായത് കറുത്ത ലായനി, അതിൽ യോജിപ്പിക്കുക. അതിനുശേഷം തന്നിരിക്കുന്ന പൊടിയിട്ട് സാവധാനത്തിൽ അലിയിച്ച് മിക്സ് ചെയ്യുക. 2 ദിവസത്തിന് ശേഷം കളറ്, മണം എന്നിവ ചേർത്താൽ ലിക്വിഡ് റെഡിയാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ 9 ലിറ്റർ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഈ കല്ലുപ്പ് പോലത്തെ പദാർത്ഥം ഇട്ട് കൊടുക്കാം. ഇത് നന്നായി അലിയിച്ചെടുക്കണം. കാസ്റ്റിക് സോഡ ഞാൻ ഇതിലേക്കിട്ട് നന്നായി അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ നിറം ഏകദേശം ഒരു പിന്നെ 2 ദിവസത്തിന് ശേഷം നമ്മൾ ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടുകൊടുക്കാൻ പോവുകയാണ്. കളറിനുള്ള പൊടിയാണ്. കളറും മണത്തിനുള്ള ലിക്വിഡും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്.
അങ്ങനെ അവസാനമായി നമ്മുടെ ലിക്വിഡ് തയ്യാറായി ഫ്രണ്ട്സ്. ഡിഷ് വാഷിംഗ് ലിക്വിഡ് തയ്യാറായി. ഓരോ ലിറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തിക്കായ ലിക്വിഡാണിത്. നല്ല ഗുണവും മണവും എല്ലാം ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ലാഭത്തിന് നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് സെയിലും നടത്താം. വീട്ടിലുള്ള അമ്മമാർക്കും കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേഡീസിനും ഒക്കെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.